നമസ്കാരം. ജാതി ചോദിക്കരുതെന്നും പറയരുതെന്നും മലയാളിയെ പഠിപ്പിച്ച വിശ്വഗുരുനാഥൻ ശ്രീനാരായണ ഗുരുദേവൻ രൂപീകരിച്ച SNDP എന്ന മഹത്തായ പ്രസ്ഥാനം, കുമാരനാശാനും ആർ ശങ്കരും നേതൃത്വം കൊടുത്തുവന്ന SNDP എന്ന പ്രസ്ഥാനം, ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കേരളത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റി തുടങ്ങിയിട്ട്, ആദ്യമേ മുസ്ലിം ലീഗിനെതിരെയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ പച്ചയ്ക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വെള്ളാപ്പള്ളിയെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിലെ റമീസിന്റെ മൈക്ക് പിടിച്ചെറിഞ്ഞത് നാം എല്ലാം കണ്ടതാണ്. ഇന്ന് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനം, ആ സമ്മേളനത്തിൽ വെച്ച് റമീസ് തീവ്രവാദിയാണെന്നുള്ള വളരെ വികൃതമായ ഒരു പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി ഇന്ന് നടത്തിയിരിക്കുന്നത്. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു ധർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അത് സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചർച്ചയിൽ വരുമ്പോൾ അതിലൊരു പ്രതിനിധിയാവിൽ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപരാകാനുള്ള പ്രായം എനിക്കില്ലേ. റമീസ് MSFകാരനായിരുന്നു. അതാണ് വെള്ളാപ്പള്ളി റമീസിൽ കണ്ട തീവ്രവാദത്തിന്റെ കാരണം. പണ്ട് സുകുമാർ അഴീക്കോട് വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ചന്ദന മരത്തിലിരിക്കുന്ന വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. ഈ വിഷപ്പാമ്പിനെ വളർത്തി വലുതാക്കി മാറ്റിയത്, ഇങ്ങനെ വിഷം കേരള സമൂഹത്തിൽ പടർത്തുവാൻ സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, VS അച്യുതാനന്ദന്റെ ഭരണകാലഘട്ടത്തിൽ SNDPയെയും NSSനെയും കൂട്ടുപിടിച്ച് BSനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുവാൻ വെള്ളാപ്പള്ളിയെ മുന്നിട്ടിറക്കിയ കോൺഗ്രസിനെ, കണ്ണി കണ്ടവരെയും വഴി പോയവരെയും എല്ലാം തെറി പറഞ്ഞും വർഗീയത പറഞ്ഞും വെള്ളാപ്പള്ളി വളരുകയായിരുന്നു. BSനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി, തെറി പറഞ്ഞു, വർഗീയത പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പോലും വെറുതെ വിട്ടില്ല. ഉമ്മൻചാണ്ടിയെയും തെറി പറഞ്ഞു, BM സുധീറിനെ തെറി പറഞ്ഞു, സുകുമാർ അഴീക്കോടിനെ തെറി പറഞ്ഞു. അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തികഞ്ഞ വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചത് ഇതേ വെള്ളാപ്പള്ളി നടേശനെയാണ്. എന്നാൽ ഇന്നോ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ ചിപ്പോ ഒന്ന് പറയാൻ പിണറായിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കാറിൽ കയറ്റി കൂടെ സഞ്ചരിപ്പിക്കുന്ന രീതിയിലേക്ക് പിണറായിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ബന്ധത്തിന്റെ ഫലം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുത്തതാണ്. ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഗോവിന്ദൻ മാഷിനോടും പിണറായിയോടും ഒക്കെ ചോദിച്ചപ്പോഴും വെള്ളാപ്പള്ളിയെ പറ്റി മറിച്ചൊരു അഭിപ്രായം അവർക്ക് രണ്ടുപേർക്കുമില്ല. ഇന്നലെ വരെ CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ എതിർത്തു സംസാരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ മാധ്യമ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ബിനോയ് വിശ്വത്തിനും വെള്ളാപ്പള്ളിയെ എതിർക്കാൻ ഞാൻ ആളല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ട് വെളിയം ഭാർഗവനെ ഏതെല്ലാം തരത്തിലുള്ള കുലപ്യങ്ങളാണ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞു നടന്നിരുന്നത്. ഇന്ന് CPIയുടെ ജനറൽ സെക്രട്ടറി പറയുന്നു വെള്ളാപ്പള്ളിയെ എതിർക്കുവാൻ ഞാൻ ആളല്ല എന്ന്. അതിന്റെ കാരണം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി വിശദീകരിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി എപ്പോഴും പറയുന്നത് എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായത്തിന് വേണമെന്നൊക്കെയാണ്. ഈ സമുദായത്തിലിരുന്നു കൊണ്ട്, ഈ സമുദായത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് എന്താണ് താങ്കൾ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളതെല്ലാം? മൈക്രോ ഫിനാൻസിന്റെ പേരിൽ അഴിമതി നടത്തി, സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും നിയമനം നടത്തി കാശുണ്ടാക്കുകയല്ലേ താങ്കളോട് ചെയ്യുന്നത്? സ്വന്തം സമുദായാംഗങ്ങളുടെ മക്കളിൽ നിന്ന് പോലും അഡ്മിഷന് പണം വാങ്ങുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. താങ്കൾ പറഞ്ഞാൽ എത്ര സമുദായ അംഗങ്ങളാണ് കേൾക്കുന്നത്? അത് ചരിത്രമല്ലേ?
താങ്കൾ എതിർത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിജയിച്ചു വന്നിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ താങ്കളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കുറച്ചാളുകൾ SNDP ഉണ്ട് എന്നുള്ളത് വെച്ചാൽ SNDP-യുടെ ഭൂരിഭാഗം ആളുകളും താങ്കളെ ഇഷ്ടപ്പെടുന്നില്ല, താങ്കൾ പറയുന്നിടത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ തോളിൽ ചാരി നിന്നുകൊണ്ട് വർഗീയത പ്രചരിപ്പിച്ചതിന് അനുഭവിക്കേണ്ടി വന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. നല്ല തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു 3-4 മാസത്തോടെ കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പെങ്കിലും ഇദ്ദേഹത്തെ തിരുത്തി പറയുവാൻ CPIM തയ്യാറായില്ല എങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അതേ അവസ്ഥയായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത്. ഇന്നലെ പിണറായി പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഞാനാണെങ്കിൽ കണ്ടാൽ ചിരിക്കും കൈ കൊടുക്കും, ഒരു കാരണവശാലും കാലം കയറ്റില്ല. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയന്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാർക്കേറ്റിലായിരിക്കും. ഞാൻ കാർക്കേറ്റത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ നിലപാട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ. നിങ്ങൾ നേരത്തെ ചോദിച്ചു, നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ നേരത്തെ ചോദിച്ചല്ലോ അതിനെപ്പറ്റി. ആ എന്താണ് സമീപനം എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞല്ലോ. താങ്കൾ കയറ്റണം, ഇതേപോലുള്ള വർഗീയവാദികളെ ഇനിയും കാറിൽ കയറ്റി സഞ്ചരിക്കണം. അതിനുള്ള മറുപടി ജനങ്ങൾ തരും, അതങ്ങ് ഏറ്റുവാങ്ങിക്കോണം. പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും വെള്ളാപ്പള്ളിയുടെ ഈ വിഷം ചീറ്റലിനെതിരെ പ്രതികരിക്കുവാൻ ഭയമാണ്. കോൺഗ്രസിന് ഇപ്പോൾ VD സതീശൻ ഏതാണ്ട് 1-2 കാര്യങ്ങൾ മൊഴിഞ്ഞു. വാ തുറക്കാതെയുള്ള മൊഴിച്ചിലായിരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറിയുടെയും വായടച്ചു. ഇനി അദ്ദേഹം മിണ്ടത്തില്ല. വെള്ളാപ്പള്ളിയുടെ പണവും പ്രതാപവും രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ആവശ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ അടുത്ത് വരും എന്ന് കോൺഗ്രസിന് ചൊവ്വറിയാം. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും ഇത്തരം തിട്ടൂരങ്ങൾക്കെതിരെ മിണ്ടാതിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇതേപോലുള്ള വർഗീയ വിഷവിത്തുക്കൾ നയിക്കണമോ വേണ്ടായോ എന്ന് SNDP-യുടെ പ്രവർത്തകർ ചിന്തിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞുപോയി.